ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു ഒഴിച്ചു കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടി ചോറ് കഴിക്കാൻ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെണ്ടയ്ക്ക വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ട് അടിപൊളിയായിട്ട് ഈ പുളിങ്കറി തയ്യാറാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റുമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കറിക്ക് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെണ്ടയ്ക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിഞ്ച് വെണ്ടയ്ക്ക എടുക്കണം, മൂത്ത് പോകാത്ത വെണ്ടയ്ക്ക എടുത്തതാണ്. ഇതുപോലെ രണ്ടറ്റവും കട്ട് ചെയ്ത ശേഷം 2 പച്ചമുളകും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയുടെ എണ്ണം പറയാൻ 10-20 എണ്ണത്തിനകത്തുണ്ട്. പിഞ്ച് വെണ്ടയ്ക്ക ആയതുകൊണ്ട് ഞാൻ കുറച്ചേറെ എടുത്തതാണ്. ഒരു തക്കാളിയെ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകം, ഒരു 1/2 സ്പൂൺ പെരുംജീരകം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി. അതേ ചെറിയ സ്പൂണിന് തന്നെ 1 സ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 ചുമന്നുള്ളി. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് ശകലം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കണം. ഇനി നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക മാത്രം ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വഴറ്റി ഇതിൻ്റെ ആ കൊഴുപ്പൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ എടുത്ത് കറി വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ്. അത് മാത്രമല്ല, നമ്മൾ അങ്ങനെ കറി വയ്ക്കുമ്പം ലാസ്റ്റ് ഈ വെണ്ടയ്ക്ക നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകത്തുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഇത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. അപ്പോൾ ഈ ചൂടാകുമ്പം ഈ കൊഴുപ്പ് നല്ലതുപോലെ നമുക്ക് അറിയാൻ പറ്റും. നല്ലതുപോലെ ഇത് വറുത്ത് വന്നു കഴിഞ്ഞാൽ ഈ കൊഴുപ്പ് അത്രയും മാറും. എന്ന് കഴിഞ്ഞ് നമ്മൾ കളർ മാറുന്ന വരെ നമ്മൾ വറുത്തെടുക്കത്തില്ലേ. അപ്പം നല്ലതുപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വറുത്ത് കറി വയ്ക്കുന്ന കേട്ടോ ടേസ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ തയ്യാറാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ ചൂടൊക്കെ നല്ല ആയിട്ടുണ്ട്. ചൂട് നല്ലതുപോലെ ആയി. ഇതാണ്ട് ഏകദേശം ഇതായി. നമുക്ക് ഇത് കോരി മാറ്റി എടുത്ത് വയ്ക്കാം. ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. ഇതാണ്ട് കളറൊന്നും മാറാതെ തന്നെ നമ്മളിത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടിയിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളതിൽ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട. ഇതിനകത്ത് ഞാൻ മുഴുവനായിട്ട് എടുത്തതുകൊണ്ട് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഉടഞ്ഞ് വഴറ്റിയെടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് ഒരുപാടങ്ങ് അലിഞ്ഞ് ഉടഞ്ഞു പോകണ്ട കേട്ടോ. വേണ്ട, ഇത്രയും മതി. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ജാറിലേക്ക് തന്നെ ശകലം വെള്ളം കൂടെ, കറിക്ക് എന്തോരം ഗ്രേവി വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശകലം വാളംപുളി വേണം കേട്ടോ. ഇത്രയും മതിയേ. ഇത് നല്ലതുപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പം വാളംപുളിയും തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് പുളിയായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. പക്ഷേ ഈ പുളിയും കൂടി ഇങ്ങനെ ചേർത്ത് തന്നെ കറി വയ്ക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമേ. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ച ശേഷം വേണം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം ഇത്രയും മതി കേട്ടോ. നല്ലതുപോലെ ഇനി തിളയ്ക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ അരപ്പരയ്ക്കുമ്പം ചെറിയ ജീരകം അല്ല കേട്ടോ ഉപയോഗിച്ചത്, പെരുംജീരകമാണ്. അതുപോലെ അത് മാറിപ്പോവല്ലേ. ചെറിയ ജീരകം അരയ്ക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. പെരുംജീരകം തന്നെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ അടച്ചൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ വെട്ടി തിളച്ച ശേഷം വേണം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ. ഇതാണ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ വെണ്ടയ്ക്ക പുളിങ്കറി. നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യവും ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ മൂത്ത വെണ്ടയ്ക്ക എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിഞ്ച് വെണ്ടയ്ക്കയാണ് നല്ലത് ഈ കറിക്ക്. അതുപോലെ തന്നെ പുളി കൂടി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പില്ലെങ്കിൽ ഒന്ന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒരുപാട് അങ്ങ് പറ്റിച്ച് നമ്മൾ എടുക്കുകയും ചെയ്യരുത്, കാരണം ചട്ടിയുടെ ചൂട് കൊണ്ട് കുറുകി വരും. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാമേ. നമ്മൾ വെണ്ടയ്ക്ക പല രീതിയിലും കറി വയ്ക്കാറുണ്ടല്ലേ, പക്ഷേ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഇപ്പോൾ ദാണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന കണ്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ശകലം കൂടെ പറ്റി വരട്ടെ. ഈ വെണ്ടയ്ക്ക നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഉടഞ്ഞു പോകത്തില്ലേ. ഉടഞ്ഞു പോകാതെ തന്നെ ഈ വെണ്ടയ്ക്ക നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാൻ പറ്റുമേ. നമ്മൾ അങ്ങനെ വഴറ്റിയെടുത്തത് കൊണ്ട് വെണ്ടയ്ക്ക ഉടഞ്ഞു പോകത്തില്ല കേട്ടോ. കണ്ട നല്ലതുപോലെ ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നല്ല ഷാറൊക്കെ നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. കാരണം ഇനി ഇരിക്കുമ്പോൾ വീണ്ടും അത് പറ്റി കുറുകി ഒരുപാട് അങ്ങ് ഇതായി പോവും. അപ്പം അങ്ങനെ വേണ്ട, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് കടുക് വറുത്തിടണം. അപ്പോൾ ചട്ടി അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ നല്ല പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കടുക് വറക്കാം. അപ്പോൾ കടുക് വറക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 3-4 ചുമന്നുള്ളി, 2 ഉണക്കമുളക്, കരിയാപ്പില. വെളുത്തുള്ളി ഒഴിവാക്കല്ലേ. അപ്പം ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമ്മൾ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ചുമന്നുള്ളിയും കരിയാപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ കരിഞ്ഞു പോകാതെ തന്നെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉണക്കമുളക് ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കരിയാപ്പിലയും ഇട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം, കരിഞ്ഞു പോകല്ലേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ വറുത്തോ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല. ഇനി ഇത് മാത്രമാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ എളുപ്പമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് വറുത്തെല്ലാം മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/4 ടീസ്പൂണിലും താഴെ മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇനി വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നമ്മൾ സാധാരണ വയ്ക്കുന്ന വ്യത്യസ്തമായിട്ട് അടിപൊളി ടേസ്റ്റാണ്. പെരിഞ്ഞീരമൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ പുളിങ്കറി. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ. കണ്ടോ കറി തണുത്തപ്പോൾ നല്ല കുറുകി വന്നേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഗ്രേവിയുടെ ചാറ് പറ്റിച്ചെടുക്കാൻ. കണ്ടോ അടിപൊളി ടേസ്റ്റായിട്ട്. അപ്പം നല്ല രുചിയാണ് ചോറിന് ഇത് കൂട്ടി കഴിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.